ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഷേക്കാണ്. ഞാൻ ഇതുവരെ ആ ഷേക്ക് ഉണ്ടാക്കിയിട്ടില്ല. പേരയ്ക്ക വെച്ചിട്ടുള്ള ഷേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പേരയ്ക്ക ഷേക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്കിത് പേരയ്ക്കയാണ് വേണ്ടത്. ഈ പേരയ്ക്ക വെച്ചിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിന് 3 പേരയ്ക്ക എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു 2 റോബസ്റ്റ പഴവും 3 പേരയ്ക്ക, 1 ആപ്പിളും. പേരയ്ക്കയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് പഞ്ചസാര വേണം, പാല് വേണം, പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ, തണുത്ത പാല് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ എല്ലാം ഇട്ട് നമുക്ക് അടിച്ച് ഷേക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതിൽ കുരു ഉണ്ടാവും. കുരു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അരിച്ച് ഷേക്ക് ഉണ്ടാക്കിയ ശേഷം അരിച്ചൊഴിച്ചാലും മതി. ഇതിൽ കണ്ണ് അകലമുള്ള ഈ അരിപ്പയുണ്ടല്ലോ, അതിന് വേണമെങ്കിൽ വെച്ചാൽ അരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇല്ലാതെ നമുക്ക് തട്ടുന്ന കുരു ഇങ്ങനെ എടുത്ത് മാറ്റാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. നല്ല പേരക്കയുടെ ഒരു നാടൻ പേരക്കയാണ് ഇത്. പേരക്കയുടെ ഒരു മണവും നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് പേരയ്ക്ക വെച്ച് ഷേക്കിന് ഞാനൊരു 3 പേരയ്ക്ക എടുത്തിട്ടുണ്ട്. നാടൻ പേരയ്ക്കയാണ് കേട്ടോ, നല്ല പഴുത്ത പേരയ്ക്ക. പിന്നെ 1 ആപ്പിൾ എടുത്തു. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. പിന്നെ ഞാനൊരു 2 റോബസ്റ്റ പഴവും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിൽമയുടെ 1/2 ലിറ്റർ പാലും വേണം. അപ്പോൾ ഇത്രയും വച്ചിട്ട് നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ മെയിനായിട്ട് പേരയ്ക്ക ഷേക്കാണേ. പേരയ്ക്ക ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പഴം 2 റോബസ്റ്റ പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിനി അരച്ചെടുത്തുകൊണ്ട് വരാം. പാലും പഞ്ചസാര ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. അപ്പം ജാറിലോട്ട് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചാൽ മതി. കുറച്ച് പാലൊഴിച്ച് നമുക്ക് അരച്ചിട്ട് നല്ലപോലെ അരയണം. അരഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കറക്റ്റ് അളവിന് നമുക്ക് പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് അരച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ പേരയ്ക്ക ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം. വാനില ഐസ്ക്രീം, കുറച്ച് വാനില ഐസ്ക്രീം ഒരു സ്കൂപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മുടെ പേരയ്ക്ക ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ കുരു ഉണ്ട്. അത് നമ്മൾ തുപ്പിക്കളയെ നിവർത്തിയുള്ളൂ. പക്ഷേ നല്ല ഒരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കുരു വായിൽ വരുന്നത് എടുത്ത് കളയണം.